നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ശശി തരൂരിനെ പോലെ തന്നെ രാഹുൽ ഗാന്ധിയുമായി ഉടന്തടിച്ച് നിൽക്കുന്ന നേതാവാണ് മനീഷ് തിവാരി. കോൺഗ്രസിലെ പ്രമുഖ നേതാവും വർക്കിംഗ് കമ്മിറ്റി അംഗവും മുൻ കേന്ദ്രമന്ത്രിയുമൊക്കെയാണ് മനീഷ് തിവാരി. മനീഷ് തിവാരി ഇതാ കോൺഗ്രസിനോട് വിട പറയാൻ തയ്യാറെടുക്കുകയാണെന്നാണ് ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ശശി തരൂരിനെ പോലെ തന്നെ തന്നെയും ഒതുക്കി മാറ്റി നിർത്തുകയാണ് രാഹുൽ ഗാന്ധിയും കൂട്ടരുമെന്നും ഇനി കോൺഗ്രസിൽ നിന്നതുകൊണ്ട് വലിയ പ്രയോജനമില്ല എന്നും മനീഷ് തിവാരി തിരിച്ചറിഞ്ഞു കഴിഞ്ഞുവത്രേ. ശശി തരൂർ കോൺഗ്രസിൽ നിന്നും വിടുകയില്ല, തന്നെ വേണമെങ്കിൽ രാഹുൽ ഗാന്ധി പുറത്താക്കിക്കോട്ടെ എന്ന നിലപാടിൽ നിൽക്കുകയാണെങ്കിൽ മനീഷ് തിവാരി അങ്ങനെയൊന്നുമില്ല, വേണമെങ്കിൽ താൻ സ്വമേധയാ കോൺഗ്രസ് വിടും എന്ന നിലപാടിലാണ് അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്നത്. ഇക്കാര്യത്തിൽ BJPയുമായി അദ്ദേഹം ചില ചർച്ചകൾ നടത്തിയെന്നും ഡൽഹിയിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം വിവിധ MPമാരുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദീകരിക്കാൻ വിദേശ രാജ്യങ്ങളിൽ MP തല സംഘം പര്യടനം നടത്തിയിരുന്നു. അതിൽ മനീഷ് തിവാരിയും ഉണ്ടായിരുന്നു. എന്നാൽ ഈ മനീഷ് തിവാരിക്ക് ലോക്സഭയിൽ ഓപ്പറേഷൻ സിന്ദൂറിനെ സംബന്ധിച്ച് നടന്ന ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കാൻ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതൃത്വവും അനുമതി നൽകിയില്ല. ഇതിനെതിരെ വലിയ പൊട്ടിത്തെറിയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. തന്നെ അവഗണിച്ച് മാറ്റി നിർത്തുകയാണെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു. താൻ ഈ നാട്ടുകാരനാണ്, ഈ രാജ്യത്തിൻ്റെ ശബ്ദമാകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന ഒരു പഴയ ചലച്ചിത്രഗാനത്തിൻ്റെ വരികൾ എടുത്തുകൊണ്ടാണ് അദ്ദേഹം എക്സിൽ കുറിച്ചതത്രേ. ഇത് രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള ഒളിയമ്പായി വ്യാഖ്യാനിക്കപ്പെടുന്നു. മനീഷ് തിവാരി രാഹുൽ ഗാന്ധിയുടെ ഗുഡ് ബുക്കിന് പുറത്താണ്. തരൂരിനെ പോലെ തന്നെ ഇന്നല്ലെങ്കിൽ നാളെ കോൺഗ്രസ് വിടുമെന്ന് ഉറപ്പുള്ള നേതാവാണത്രേ മനീഷ് തിവാരി. അത് രാഹുൽ ഗാന്ധിക്ക് നന്നായി അറിയാം. മനീഷ് തിവാരിയെ പോലൊരാളെ ഇനി അധികം കോൺഗ്രസിൽ വച്ചുകൊണ്ടിരിക്കേണ്ട എന്ന നിലപാടുകാരനാണത്രേ രാഹുൽ ഗാന്ധി. ശശി തരൂരും മനീഷ് തിവാരിയും BJPയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നതായി കോൺഗ്രസ് നേതാക്കൾ തന്നെ മാധ്യമങ്ങളോട് രഹസ്യമായി പറയുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുമായി തിവാരിക്ക് ഒരു കാരണവശാലും ചേർന്ന് പോകാൻ കഴിയുന്നില്ലെന്നാണ് പറയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ വലിയ തോതിലുള്ള ഓഫറുകൾ BJPയുടെ പക്ഷത്തു നിന്നും മനീഷ് തിവാരിക്ക് ലഭിക്കുന്നുണ്ട്. മനീഷ് തിവാരി ചില്ലറക്കാരനല്ല. 1990 NSUവിൻ്റെ ദേശീയ പ്രസിഡന്റ് ആളായാണ്. അതിനുശേഷം AICCയുടെ വിവിധ ഭാരവാഹിത്വം വിളിച്ചു. MP ആയി, കേന്ദ്രമന്ത്രിയായി, വർക്കിംഗ് കമ്മിറ്റി അംഗമായി, കോൺഗ്രസ് വക്താവായി. അങ്ങനെ മനീഷ് തിവാരി വഹിക്കാത്ത പദവികളൊന്നും ആ പാർട്ടിയിലില്ല. എന്നാൽ രാഹുൽ ഗാന്ധി വന്നതിന് ശേഷം താൻ അവഗണിക്കപ്പെടുന്നു എന്നുള്ള തോന്നൽ ശശി തരൂരിനെ പോലെ തന്നെ മനീഷ് തിവാരിക്കും ശക്തമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പാർട്ടി വിട്ട് BJPയിലേക്ക് പോയാൽ വളരെ മികച്ചൊരു സംവിധാനം അവിടെ നരേന്ദ്രമോദി അദ്ദേഹത്തിനായി ഒരുക്കി കൊടുക്കുമെന്നാണ് അദ്ദേഹം വിശ്വസിക്കപ്പെടുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കാൻ വരെ സാധ്യതയുണ്ടെന്നും കേൾക്കുന്നുണ്ട്. ഏതായാലും രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനം നടത്തി കോൺഗ്രസിൽ നിന്നും പുറത്തു പോകാനാണ് മനീഷ് തിവാരി ആഗ്രഹിക്കുന്നത്. എന്നാൽ ശശി തരൂരാകട്ടെ ഒന്നും മിണ്ടാതെ തന്നെ വേണമെങ്കിൽ കോൺഗ്രസ് പുറത്താക്കട്ടെ, പക്ഷെ താൻ കോൺഗ്രസ് വിട്ടു പോകില്ല എന്നുള്ള നിലപാടിലാണ്. നരേന്ദ്രമോദിയെ പരസ്യമായി പുകഴ്ത്തിയും കോൺഗ്രസിനെ പരസ്യമായി ഇടിച്ചു താഴ്ത്തിയും നെഹ്റു കുടുംബത്തെ അടിയന്തരാവസ്ഥയുടെ പേരിൽ കുറ്റപ്പെടുത്തിയുമെല്ലാം കോൺഗ്രസിൽ വിരാജിച്ചു നിൽക്കുകയാണ് ശശി തരൂർ. അദ്ദേഹത്തെ പുറത്താക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നുമില്ല. എന്നാൽ അത്രയ്ക്ക് വലിയ ഭാവമൊന്നും മനീഷ് തിവാരിക്കില്ല. വേണമെങ്കിൽ രാഹുൽ ഗാന്ധിയെ വിമർശിച്ച് താൻ തന്നെ കോൺഗ്രസിന് പുറത്തേക്ക് പോയിക്കൊള്ളാമെന്നുള്ള നിലപാടിലാണ് മനീഷ് തിവാരി നിൽക്കുന്നത്. അതിൻ്റെ സൂചനയാണ് അദ്ദേഹത്തെ ലോക്സഭയിലെ ചർച്ചകളിൽ നിന്നും കോൺഗ്രസ് മാറ്റി നിർത്തിയെന്നാണ് പറയപ്പെടുന്നത്. മനീഷ് തിവാരിക്ക് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ലോക്സഭയിൽ സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടായെങ്കിലും കോൺഗ്രസ് നേതൃത്വം അത് നിഷേധിച്ചു. കാരണം ലോക്സഭയിൽ മനീഷ് തിവാരി മോദിയെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുമെന്ന കാര്യം അവർക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ വെറുതെ പണി മേടിച്ചു കൂട്ടണ്ട, വടി കൊടുത്ത് അടിമേടിക്കണ്ട എന്ന് രാഹുൽ ഗാന്ധിക്ക് തോന്നിയതുകൊണ്ടാണ് മനീഷ് തിവാരിയെ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ലോക്സഭാ ചർച്ചകളിൽ നിന്നും കോൺഗ്രസ് മാറ്റി നിർത്തിയത്. അതുകൊണ്ട് തന്നെ മനീഷ് തിവാരി ഇതാ കോൺഗ്രസ് വിട്ട് ഇറങ്ങാൻ പോവുകയാണെന്നുള്ള ശക്തമായ സൂചനകൾ ലഭിച്ചുകൊണ്ടിരിക്കുകയുമാണ്.